ഉദ്യോഗജനകമായ ചില രംഗങ്ങൾക്ക് ഭൂതത്താൻകെട്ട് ഡാമിലെ ബോട്ട് ലാൻഡിംഗ് വേദിയായി. വഞ്ചിയിലെത്തിയ 3 പേരിൽ ഒരാൾ പുഴയിൽ വീഴുന്നതും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതുമായിരുന്നു കാഴ്ചകൾ. എന്നാൽ സംഭവത്തിന്റെ ഒടുവിലാണ് എല്ലാവർക്കും കാര്യം പിടികിട്ടിയത്. റിപ്പോർട്ടിലേക്ക്. സ്ഥലം ഭൂതത്താൻകെട്ട് ഡാമിലുള്ള ബോട്ട് ലാൻഡിംഗ്. 3 പേർ ഒരു വഞ്ചിയിലെത്തുന്നു. സുഹൃത്തുക്കളാണെന്ന് അനുമാനിക്കാം. 2 പേരുടെ സംഭാഷണത്തിൽ അസ്വാഭാവികത. അതെ, ഇരുവരും തർക്കത്തിലാണ്. തർക്കം മുറുകി. വള്ളത്തിൽ നിന്നും ഒരാൾ നിലതെറ്റി ഡാമിലേക്ക് വീഴുന്നു. കൂടെയുള്ളയാൾ മുങ്ങിയ വ്യക്തിയെ വെള്ളത്തിൽ തിരയുന്നു. കണ്ടുകിട്ടുന്നില്ല. സമീപത്തുള്ള വിനോദസഞ്ചാരികളുടെ മുഖത്ത് ആശങ്ക പടരുന്നു. കരയിൽ നിന്ന മറ്റൊരാൾ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുന്നു. മിനിറ്റുകൾക്കകം സേന രംഗത്ത്. കോതമംഗലം അഗ്നിരക്ഷാസേനയുടെ അംഗങ്ങൾ തങ്ങളുടെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ ആരംഭിക്കുന്നു. കാഴ്ചക്കാരായ വിനോദസഞ്ചാരികൾ ശ്വാസമടക്കിപ്പിടിച്ച് നിൽക്കുകയാണ്. ഒടുവിൽ വെള്ളത്തിൽ വീണയാളെ കണ്ടെത്തുന്നു. തുടർന്ന് ഇദ്ദേഹത്തെ കരക്കെത്തിച്ച് കൃത്യമായ ശ്വാസോച്ഛ്വാസം നൽകി രക്ഷിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ കണ്ടുനിന്നവർ ആശ്ചര്യഭാവത്തിൽ തന്നെ തുടരുന്നു. അല്പനേരം കഴിഞ്ഞ് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ വിവരം വെളിപ്പെടുത്തി. ഇതൊരു മോക്ക് ഡ്രില്ലാണ്. ആരും ആശങ്കപ്പെടേണ്ട. വിവരം ലഭിച്ചതോടെ കാഴ്ചക്കാരായ വിനോദസഞ്ചാരികളുടെ മുഖത്ത് ചിരി പടരുന്നു. ദേശീയ അഗ്നിരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി കോതമംഗലം ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്കായി കാഴ്ചവെച്ച മോക്ക് ഡ്രില്ലായിരുന്നു സംഭവം. ഇതേക്കുറിച്ച് കോതമംഗലം STO മുഹമ്മദ് അജ്മൽ ഷാ ഇങ്ങനെ വ്യക്തമാക്കി. ഇന്ന് 82ാമത് ദേശീയ അഗ്നിരക്ഷാ സേവന ദിനമാണ്. അപ്പോൾ ഇന്ന് ഈ ദിവസം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാവിലെ കോതമംഗലം അഗ്നിരക്ഷാ നിലയത്തിൽ ഒരു റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് ഒരു മോക്ക് ഡ്രില്ല് ഇവിടെ ഭൂതത്താൻകെട്ട് ബോട്ട് ചെട്ടിയിൽ ഞങ്ങൾ കോതമംഗലം അഗ്നിരക്ഷാ നിലയവും സിവിൽ ഡിഫൻസും ഒരുമിച്ച് സംയുക്തമായിട്ട് ഇവിടെ ഒരു മോക്ക് ഡ്രില്ല് സംഘടിപ്പിച്ചത്. ഞങ്ങൾ ഇവിടെ ഒരു വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാളെ എങ്ങനെയാണ് അഗ്നിരക്ഷാസേന അവരുടെ ട്രെയിനിങ്ങും ടെക്നിക്സും ഉപയോഗിച്ച് ഇപ്പോൾ ഉള്ള മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് കൃത്യമായിട്ട് വീണ്ടെടുക്കുന്നത് എന്നുള്ളത് പലപ്പോഴും പൊതുജനങ്ങൾക്ക് ചാനലിൽ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ കൂടെയൊക്കെ മാത്രം കണ്ടുപരിചയമുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് അഗ്നിരക്ഷാസേനയുടെ സേവനം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനോ എന്തൊക്കെയാണ് അവർ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്നും ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ എത്രത്തോളം മോഡേണൈസ് ആയിട്ടുണ്ട് അഗ്നിരക്ഷാസേനയൊന്നും കൃത്യമായിട്ടൊരു ധാരണയില്ല. അപ്പോൾ അത് സേനയുടെ മാറിയ മുഖം പരിചയപ്പെടുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ദിനം നമ്മൾ ഇന്ന് പ്രയോജനപ്പെടുത്തിയത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഉദ്ദേശം നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ട്രയൽ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ 2 പേര് ഒരു ചെറിയ ഡ്രാമയിലാണ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വള്ളത്തിൽ 2 പേര് വരികയും അവരിൽ ഒരാൾ വഴക്കുണ്ടായി നേരെ വെള്ളത്തിലോട്ട് മുങ്ങിപ്പോകുന്നതായിട്ട് ഒരു ഡ്രാമ ഇവിടെ ഞങ്ങൾ കളിച്ചു. അതിനുശേഷം വെള്ളത്തിൽ ഒരാൾ മുങ്ങി താഴെ പോകുമ്പോഴത്തേക്കിനും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ കരയിലേക്ക് എത്തി ഇന്നതുപോലെ എൻ്റെ കൂട്ടുകാരൻ വെള്ളത്തിൽ വീണു, അയാളെ രക്ഷിക്കണം, ഫയർഫോഴ്സിനെ വിളിക്കണം എന്നുള്ള ഒരു അപകട സന്ദേശം കരയിലുള്ള ആൾക്കാർക്ക് പാസ് ചെയ്യുകയാണ് ചെയ്തത്. തുടർന്ന് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ നമ്മൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെ കൃത്യമായ ഇടപെടലിൽ ഫയർ സ്റ്റേഷൻ കോതമംഗലത്തേക്ക് വിളിച്ചു പറയുകയും അവിടുന്ന് കോതമംഗലം സ്റ്റേഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു സേന അടിയന്തരമായിട്ട് ഉടനെ ഇവിടെ എത്തുകയും നമ്മുടെ ഡിങ്കി സ്കൂബ വാൻ ഉപയോഗിച്ച് അതിൽ സ്കൂബ സെറ്റ് ധരിച്ചുള്ള ഡൈവേഴ്സ് ഉടനെ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടുകയും അത് നമ്മുടെ അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് വളരെ പ്രൊഫഷണലായി വെള്ളത്തിൽ അടിയിൽ മുങ്ങിപ്പോയ ആ ഒരു കാഷ്വാലിറ്റിയെ, ആ ഒരു വ്യക്തിയെ നമ്മൾ വീണ്ടെടുക്കുകയും ചെയ്തു. മോക്ക് ഡ്രില്ലിൽ ASTO സതീഷ് ജോസ്, SFRO റഷീദ്, സിദ്ദിഖ്, FRO ആബിദ്, VM ഷാജി, സൽമാൻ, ഷെഹിൻ, അജിത്, എബിൻസ് വർഗീസ്, സുനിൽ PK, ദിനൂപ് M തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.